എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി കിരൺ. പുതിയൊരു സോപ്പ് മേക്കിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് പേഴ്സണലായിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ, അതായത് പെയ്ഡ് സോപ്പ് മേക്കിംഗ് ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു പെയ്ഡ് ക്ലാസ്സിൽ നിന്നും കിട്ടുന്ന മാക്സിമം അറിവുകൾ ഞാൻ ഈ ഒരു ചാനൽ വഴി നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്. മെൽറ്റ് ആൻഡ് പോർ സോപ്പ് മേക്കിങ്ങിൽ ഇതിലും കൂടുതൽ ഒരു ഓൺലൈൻ പെയ്ഡ് ക്ലാസ്സിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുൾത്താനി മിട്ടി കോഫി സോപ്പ്, ഫേസിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സോപ്പാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സോപ്പ് മേക്കിംഗ് വീഡിയോസ് മുൻപ് ചെയ്തു വെച്ചിട്ടുണ്ട്, അതെല്ലാം കാണാം. ഇത് ഉപകാരപ്രദമായിട്ടുള്ള ആളുകളിലോട്ട് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ മുൾത്താനി മിട്ടി കോഫി സോപ്പിലോട്ട് ആദ്യം തന്നെ നമ്മൾ 30 ഗ്രാമിന്റെ ഒരു മുൾത്താനി മിട്ടി സോപ്പ് ചെയ്യണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള മുൾത്താനി മിട്ടി 1 ഗ്രാം മുൾത്താനി മിട്ടിയും 30 ഗ്രാം സോപ്പ് ബേസും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ മുൾത്താനി മിട്ടി പൗഡർ ഡയറക്റ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് സോപ്പ് ബേസ് ഇടുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു മുൾത്താനി മിട്ടി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിനുശേഷമാണ് മെൽറ്റ് ചെയ്യുന്നത്. നമ്മൾ മുൾത്താനി മിട്ടി ഡയറക്റ്റ് ആഡ് ചെയ്യുമ്പോൾ അത് നല്ലപോലെ ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് സോപ്പ് ബേസ് ഇട്ടതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇത് ആഡ് ചെയ്തത്. ഇപ്പോൾ നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഫ്രാഗ്രൻസ് ഇതിൽ ആഡ് ചെയ്തിട്ട് മോൾഡിലോട്ട് ഒഴിച്ചു വെക്കാം. 1 ഡ്രോപ്പ് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് നമുക്ക് മോൾഡിലോട്ട് ഒഴിച്ചു വെക്കാം. ഇത് സെറ്റായിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെറിയൊരു പോർഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുൾത്താനി മിട്ടിയുടെ 30 ഗ്രാമിന്റെ സോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ പീസസ് ആക്കി മാറ്റാം. നമ്മളിവിടെ അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ മുൾത്താനി മിട്ടി സോപ്പിനെ ചെറിയ പീസസ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ മോൾഡിന്റെ അടിഭാഗത്ത് ഇങ്ങനെ വെതറിയിടുക. ഇതിലോട്ടാണ് നമ്മൾ ഇനി കോഫി സോപ്പിനെ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഇതിവിടെ വെതറിയിടുകയാണ്. മുൾത്താനി മിട്ടി നമ്മളിത് അവിടെ വെതറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കോഫി സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ 100 ഗ്രാമിന്റെ സോപ്പാണ് മൊത്തമായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ 30 ഗ്രാമിൽ നമ്മൾ മുൾത്താനി മിട്ടി ചെയ്തു. ഇനി ബാക്കിയുള്ള 70 ഗ്രാം 72 ഗ്രാംസ് ഉണ്ട്. ഇത് 70 ഗ്രാം സോപ്പ് ബേസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇനി കോഫി സോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ അകത്തോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അലോവേര എക്സ്ട്രാക്ട് ആഡ് ചെയ്യുന്നുണ്ട്. കോഫി സോപ്പിന് വേണ്ടി നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനും അലോവേര എക്സ്ട്രാക്റ്റും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് മുൾത്താനി മിട്ടിയിൽ ആഡ് ചെയ്ത സെയിം ഫ്രാഗ്രൻസ് തന്നെയാണ് കോഫി സോപ്പിലും ആഡ് ചെയ്യുന്നത്. ഒരു 100 ഗ്രാം സോപ്പ് ചെയ്യുമ്പോൾ ആകെ ആഡ് ചെയ്യേണ്ട ടോട്ടൽ പൗഡർ എന്ന് പറയുന്നത് 2 ഗ്രാം ആണ്. 1 ഗ്രാം നമ്മൾ മുൾത്താനി മിട്ടി പൗഡർ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 1 ഗ്രാം കോഫി പൗഡർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ അല്ല, നോർമൽ കോഫി പൗഡർ ആണ് എടുക്കുന്നത്. ഇനി ബേസ് 70 ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട്. 70 ഗ്രാമിന് പകരം 72 ഗ്രാം ഉണ്ട്. കാരണം നമ്മളെപ്പോഴും ഒരു 2 ഗ്രാം മുന്തി നിൽക്കണം. എടുക്കുന്ന ബേസ് 2 ഗ്രാം കൂടുതൽ എടുക്കണം. അപ്പോൾ അതിനുള്ള ബേസും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ബേസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ മുൾത്താനി മിട്ടി സോപ്പിൽ ചെയ്ത പോലെ തന്നെ ബേസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കോഫി പൗഡറും ഇവിടെ ആഡ് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് ബേസിലോട്ട് കോഫി പൗഡർ ആഡ് ചെയ്യാം. നമ്മുടെ സോപ്പ് ബേസ് ഇതാ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. കോഫി പൗഡർ അതിൽ നല്ലപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ 1 ml അലോവേര എക്സ്ട്രാക്ട് ആഡ് ചെയ്യുന്നുണ്ട്.
ഇനി ഒരു ഡ്രോപ്പ് വെജിറ്റബിൾ ഗ്ലിസറിൻ, .5 ml ഫ്രാഗ്രൻസ് ഓയിലും ആഡ് ചെയ്യുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് ആ ചൂടുവെള്ളത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സോപ്പ് വേഗം സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇനി മോൾഡിലോട്ട് മാറ്റണം. നമ്മുടെ സോപ്പ് മോൾഡിലോട്ട് ഒഴിച്ചു വയ്ക്കാൻ പോവാണ്. ആദ്യമേ തന്നെ മുൾട്ടാണി മിട്ടി സോപ്പിനെ കട്ട് ചെയ്ത് മോൾഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലോട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. മുകളിൽ വരുന്ന പത റിമൂവ് ചെയ്യണമെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യാം. റബ്ബിംഗ് ആൽക്കഹോളിൻ്റെ യൂസേജ് വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇതാ മോൾഡിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റായിട്ട് 1 hourന് ശേഷം കാണിക്കാം. 1 hourന് ശേഷം നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. ഇത് അൺമോൾഡ് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ അൺമോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലാണ് സോപ്പ് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കസ്റ്റമൈസ്ഡ് സോപ്പുകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്. ഇത്തരം സോപ്പുകൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മാത്രം മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും അഭിപ്രായങ്ങളായാലും കമന്റ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.